So in this video I'm going to talk about 3 best erotic thrillers. ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൂവിയാണ്. അതായത് എറോട്ടിക് മൂവീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് മൂവിയാണ് ഈ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഈ മൂവിയിൽ ഓരോ കോൺവെർസേഷനും ഓരോ സിറ്റുവേഷനിലും എന്താണ് നടക്കുന്നതെന്ന് പോലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കൈൻഡ് ഓഫ് ടെൻഷനാണ് എപ്പോഴും ഈ മൂവിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, ആരെ വിശ്വസിക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല. ആ ഒരു ടൈപ്പിലാണ് ഈ മൂവിയുടെ കഥ പോകുന്നത്. ഇത് പറയുകയാണെങ്കിൽ ആർ യു ഇൻ ലവ് ഓർ ആർ യു അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെയാണ് ഈ മൂവി പ്രോഗ്രസ് ചെയ്യുന്നത്. ഈ മൂവിയിലെ ഡയലോഗ്സ് എല്ലാം വളരെ അമേസിംഗ് ആണ് ആൻഡ് വെരി ഗ്രിപ്പിംഗ് ആണ് ഈ മൂവി. അവസാനം വരെ നമുക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ കണ്ടിരിക്കാൻ തോന്നുന്ന മൂവിയാണ് ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ഈ മൂവി. നെക്സ്റ്റ് മൂവി അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഐ ലൈക്ക് ദിസ് മൂവി സോ മച്ച്. ഈ മൂവിയുടെ സ്ക്രീൻ പ്ലേ അടിപൊളി സ്ക്രീൻ പ്ലേ ആണ്. ഓഡിയൻസിനെ സ്കാം ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം സ്ക്രീൻ പ്ലേ വഴി. ലിറ്ററലി ഈ പടത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാം ചെയ്യുന്നതാണ് ഈ പടത്തിന്റെ കഥ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളെ വരെ സ്കാം ചെയ്യും പടം. ഈ മൂവിയുടെ കഥ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് റിവ്യൂ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ദ ഹാൻഡ് മെയ്ഡ് എന്ന് പറയുന്ന ഈ മൂവി കൂടെ ഒന്ന് കണ്ടു നോക്കുക. ആൻഡ് ലാസ്റ്റ് മൂവിയെ പറ്റി പറയുന്നതിന് മുമ്പ് 18 വയസ്സിന് മേലുള്ളവർ മാത്രമേ ഈ മൂവി കാണുക. ആൻഡ് വാച്ച് ദിസ് മൂവി റെസ്പോൺസിബിളി. വീട്ടുകാരെ ഒന്ന് വിളിച്ചിരുത്തി കാണിക്കാതിരിക്കാൻ നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന് ഞാൻ ഉത്തരവാദിയില്ല. നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത് നമ്മളെ തല കറക്കുന്ന ഒരു പടമാണ്. അട്ടർലി നമ്മളെ തല കറക്കും. ഇതിന്റെ സ്റ്റോറി ഇത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്ക്. ഈ സിനിമ എന്ന് പറയുന്നത് തുടങ്ങുന്ന ഒരു രീതി, അവസാനിക്കുന്ന ഒരു രീതി. നമ്മൾ ലാസ്റ്റ് ഹ്യൂമാനിറ്റിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഈ മൂവിയിൽ ആരാണ് ശരി ആരാണ് തെറ്റുന്നത് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. ആൻഡ് ഈ മൂവി എല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കൈൻഡ് ഓഫ് ഡിസ്കസ്റ്റ് ഫീൽ ചെയ്യും. ഈ മൂവി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും യു വിൽ ബി ലൈക്ക് ഷോക്ക്ഡ് ആയി പോകും ലാസ്റ്റ് പടം കഴിയുമ്പോഴത്തേക്കും. ഇപ്പൊ നിങ്ങൾക്ക് കേട്ടത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദ സ്കിൻ ഐ ലിവ് ഇൻ എന്ന് പറയുന്ന ഈ മൂവി കൂടെ ഒന്ന് കണ്ടു നോക്കുക.